നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി മൈലേജിനെ ബാധിക്കുമോ? ഇങ്ങനൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേര് എസ് പറയും? ഒരുപാട് പേര് പറയും ബാറ്ററി ശരിക്കും പറഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളത്, അല്ലാതെ ഈ പറയുന്ന പോലെ മൈലേജ് കൂട്ടാനും കുറയ്ക്കാനും ബാറ്ററിക്ക് ഒരു റോളും ഇല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമുക്കറിയാവുന്ന പോലെ നമ്മുടെ വാഹനത്തിൽ ഇങ്ങനൊരു ബാറ്ററി വരുന്നുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനം ഒന്ന് തുറന്നു നോക്കാം. അപ്പം എന്താണ് കാര്യമെന്ന് ചോദിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ പറയുന്നത്. ബാറ്ററി വാഹനത്തിന് ഒരുപാട് റോള് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, വാഹനത്തിൻ്റെ ബാറ്ററി മോശമാണെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങളുടെ വാഹനം ഓടുന്നതിനനുസരിച്ച് ഓൾട്ടർനേറ്റർ ബാറ്ററിയിലോട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കിംഗ് കൂടുതലായിരിക്കും. അങ്ങനെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണ്? ഓവറായിട്ടുള്ള രീതിക്ക് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഒരു കാരണവശാലും നിങ്ങളുടെ ബാറ്ററി ഫുൾ ചാർജ് ആകത്തില്ല. ഓവറായിട്ട് ഓൾട്ടർനേറ്ററിന് ലോഡ് കൊടുക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഊരിയിട്ട് കഴിയുമ്പോഴത്തേക്കും ഓൾട്ടർനേറ്റർ പവർ കൊടുത്ത് വർക്ക് ചെയ്യുന്ന കാര്യം. പലരും ചോദിക്കും, വാഹനം സ്റ്റാർട്ട് ചെയ്ത ഓൾട്ടർനേറ്റർ അല്ല എല്ലാം നോക്കുന്നത്. അല്ല, കൃത്യമാക്കാൻ വേണ്ടി ബാറ്ററി തന്നെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി മാത്രമല്ല കൺസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റർ മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്നത്, രണ്ടുപേരും കൂടെ സപ്പോർട്ട് ചെയ്താലേ കൃത്യമാകത്തുള്ളൂ. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബാറ്ററി മോശമാണെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റർ കൂടുതലും ലോഡ് കൊടുക്കുന്നത് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ലോഡ് കൂടുതൽ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും എഞ്ചിനിൽ നിന്ന് തന്നെയാണ് ഈ പവർ എടുക്കുന്നത്. അങ്ങനെ മൈലേജ് കുറയും. രണ്ടാമത്തെ കാര്യം, ഫ്യൂൽ ഇഞ്ചക്ടേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഇലക്ട്രിക്കാണ് വരുന്നത്. ഈ ഇലക്ട്രിക് ഫ്യൂൽ ഇഞ്ചക്ടേഴ്സിനൊക്കെ പവർ കൊടുക്കുന്നത് ബാറ്ററി വിത്ത് ഓൾട്ടർനേറ്റർ തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഫ്യൂൽ കൃത്യമായിട്ട് ചെല്ലത്തില്ല, പവർ ലോസും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജിനെ അത് ബാധിക്കുന്നതായിരിക്കും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൊണ്ട് ഇട്ടേക്കുക. ഇതിനെക്കുറിച്ച് മാത്രം സ്പെസിഫൈ ചെയ്ത് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൊണ്ട് ഇട്ടേക്കുക.